ഇപ്പം സാമാന്യ നിലയിൽ നിലവിലുള്ള മേയർ എറിക് ആഡംസ് 2ാം തവണ അദ്ദേഹം വിജയിക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ ട്രംപിൻ്റെ ഭരണകൂടം അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ എല്ലാം കൊണ്ടുവന്ന് FBI കേസെടുത്തു. അപ്പോൾ അത് ട്രംപിൻ്റെ അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ കേസെടുത്ത് കഴിഞ്ഞപ്പം ബൈഡൻ്റെ കാലത്ത് തന്നെ FBI കേസെടുത്തു. അപ്പോൾ ബൈഡനുമായിട്ടൊരു ട്രംപുമായിട്ടൊരു ഡീലുണ്ടാക്കി ആ കേസ് പിൻവലിക്കാനായിട്ട് കോടതിയിൽ അപേക്ഷ കൊടുത്തു. പിന്നെ കുറേ നാടകീയ വിചാരണകൾക്ക് ശേഷം കേസ് പിൻവലിച്ചു. അപ്പോൾ ആ കേസ് ട്രംപുമായിട്ടൊരു ഒത്തുതീർപ്പുണ്ടാക്കിയെന്നാണ് അദ്ദേഹത്തിനുള്ള ആരോപണം. കേസ് പിൻവലിക്കാൻ വേണ്ടി ഈ സാങ്ച്വറി സിറ്റി എന്നുള്ള പദവി നഷ്ടപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇല്ലീഗലായിട്ട് താമസിക്കുന്നവരൊക്കെ കാണിച്ചു കൊടുക്കുക, കുറ്റകൃത്യം ചെയ്തവരൊക്കെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിന് കാണിച്ചു കൊടുക്കുക. ഇതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ സ്വന്തം തടി രക്ഷിച്ചതെന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. എന്തായാലും അദ്ദേഹത്തിനെതിരെ ശക്തമായൊരു ജനവികാരമുണ്ട്. അതുകൊണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല. അദ്ദേഹം മത്സരിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. കാരണം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ല പ്രൈമറിയിൽ. അപ്പോൾ പ്രൈമറി ഏപ്രിലാണ്, ജൂണിലാണ്, 2 മാസം കൂടി ഉണ്ട്. അപ്പോൾ പ്രൈമറിയിൽ അദ്ദേഹം വരാതിരുന്നതിന് പ്രധാനപ്പെട്ട കാരണം മുൻ ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ കോമോ അദ്ദേഹവും മത്സരിക്കുന്നുണ്ട് മേയറായിട്ട്. അപ്പം മുൻ ഗവർണർ നമ്മൾ ഒക്കെ വിചാരിച്ചിരുന്നതാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും. കാരണം ആ രീതിയിലേക്ക് ഉയർന്നു പോകുമെന്നാണ് പ്രതീക്ഷിച്ചത്. നിർഭാഗ്യവശാൽ ലൈംഗിക ആരോപണങ്ങളും മറ്റും വന്ന് അദ്ദേഹം രാജിവെച്ചൊഴിയേണ്ടി വന്നു. ഒടുവിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇവിടെ മേയർ സ്ഥാനത്തിനൊരു സാധ്യത തെളിഞ്ഞത്. അപ്പോൾ അദ്ദേഹം പ്രഗത്ഭനായ വ്യക്തിയാണ്. എന്തുകൊണ്ടും ജയിച്ചു കഴിഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റിക്ക് ദോഷം വരാൻ സാധ്യതയില്ല. കാരണം എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വ്യക്തിയാണ്, ഭരണതലത്തിലുമെല്ലാം. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പേരിൽ കിടക്കുന്നു. പിന്നെ ഇതെല്ലാം പഴയ വീഞ്ഞാണ്. എല്ലാം നാനാവിധമായിട്ടുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടുള്ള പഴയതരം പൊളിറ്റീഷ്യൻസാണ്. എങ്കിലും കോമോയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ഈ ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ. ഏതാണ്ട് 40-42% വോട്ട് ഈ പ്രൈമറിയിൽ കോമോയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. നേരെ മറിച്ച് മാംദാനിക്ക് ഏതാണ്ട് 20-22% പേരാണുള്ളത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം അത് വളരെ ആണെന്ന് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ കൂടി അവിടെ പ്രഗത്ഭരായ പല സ്ഥാനാർത്ഥികളുമുണ്ട്. ഈ ഇപ്പോഴത്തെ സിറ്റി കൺട്രോളർ ബ്രാഡ് ലാൻഡർ, അതുപോലെ തന്നെ സിറ്റി കൗൺസിൽ സ്പീക്കർ ഏഡ്രിയൻ ആഡംസ്, പിന്നെ മുൻ സിറ്റി കൺട്രോളർ സ്കോട്ട് സ്പ്രിങ്ങർ തുടങ്ങിയ ഒരു 5-8 പേരുണ്ട് പ്രഗത്ഭരായ ആളുകൾ. അവരെയെല്ലാം പിന്തള്ളിയാണ് മാംദാനി മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് 33 വയസ്സേ ഉള്ളൂ.